സമാധാനിക്ക് ശ്രീകലെ. ആ കാറോടിച്ചിരുന്ന ആള് മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ അശ്രദ്ധയോടെയാണ് ശ്രീകലയുടെ ഭർത്താവിനെ മരണപ്പെടുത്തിയതെങ്കിൽ അതിനുള്ള ശിക്ഷ ദൈവം അയാൾക്ക് കൊടുത്തോളൂ. ഇല്ല, അവനുള്ള ശിക്ഷ ദൈവമല്ല കൊടുക്കേണ്ടത്, അത് ഞാനാ കൊടുക്കേണ്ടത്. ആ ശിക്ഷ ഞാൻ കൊടുക്കും. അവന്റെ ശിക്ഷ ഞാൻ നടപ്പിലാക്കും. വരൂ ജാനകി മാഡം. ആന്റി എന്ത് പണിയായി കാണിച്ചേ? ഗോപി എല്ലാം വിളിച്ചു പറഞ്ഞു. ശ്രീകല അവിടെ വന്ന് പെട്രോൾ ഒഴിച്ച് ചാവാൻ നോക്കിയല്ലേ? ശ്രീകലയ്ക്ക് എന്താ മനോനില തെറ്റിയോ? സ്വന്തം മോളുടെ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണമെന്നല്ല, അത് നശിപ്പിക്കാൻ നോക്കുകയാണോ? ദേവി, ഇത് ആരും ഇപ്പൊ ഒന്നും ചോദിച്ച് ശ്രീകലെ വിഷമിപ്പിക്കരുത്, പാവത്തിനെ വേദനിപ്പിക്കരുത്. ശ്രീകലയുടെ മനസ്സെന്താണെന്ന് ഇപ്പൊ എനിക്കറിയാം. എനിക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയതുപോലെ തന്നെ നിങ്ങൾ ശ്രീകലെ മനസ്സിലാക്കണം. ശ്രീകലെ, ജാനകി ഇരിക്ക്. ഇതാണ് മോഹനേട്ടൻ. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഈ ഒരു സമ്പാദ്യം മാത്രം. ഏത് ശപിക്കപ്പെട്ട നിമിഷത്തിലാണോ ആക്സിഡന്റ് ഉണ്ടായത്? ഇതുപോലൊരു അപകടത്തിലാ എന്റെ മകന് ഓർമ്മക്കുറവ് സംഭവിച്ച്. ആ അപകടം സംഭവിക്കാതിരുന്നെങ്കിലെന്ന് ഞാൻ എന്നും ചിന്തിച്ചു വിഷമിക്കാറുണ്ട്. ആ അപകടത്തിന് മുൻപാണ് ശ്രീകല സിദ്ധുവിനെ പരിചയപ്പെട്ടിരുന്നതെങ്കിൽ അവനെ മരുമകനാക്കാൻ ശ്രീകലയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലായിരുന്നു. അത്രയ്ക്കും മിടുക്കനായിരുന്നു എന്റെ സിദ്ധു. ചായ അല്ല, കല്യാണ പെണ്ണുങ്ങൾ രണ്ടും അവിടെ? അഞ്ചതകത്ത് മുഖം മിനുക്കുക. ആ, ദേവിക സ്കൂളിൽ പോയിരിക്കാം. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കായി 1-2 സ്ഥലത്ത് കയറിയിട്ടേ അവള് വരൂ. ആ ആ അമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മുഖത്ത് മാസ്ക് ഇടുമായിരുന്നു.
ആഹാ കൊള്ളാലോ. അല്ല, ദേവിക ഇങ്ങനെ വെയിലും കൊണ്ട് നടന്നാ നാളെ തിളക്കം കുറയുമല്ലോ. ദേവിക്കുള്ളതും കൂടി ചേർത്ത് അഞ്ചിതയ്ക്ക് തിളങ്ങാനാ പ്ലാൻ. കല്യാണത്തിന് മുമ്പ് കുറച്ചു ദിവസം ലീവ് എടുക്കാൻ ഞാൻ ദേവികയോട് പറഞ്ഞതാ. പക്ഷെ അവൾ അത് കേട്ടില്ല. ദേവിക അങ്ങനെയാ. സ്വന്തം കാര്യത്തേക്കാൾ അവൾക്ക് വലുതെപ്പോഴും കുടുംബവും സ്കൂളും അവിടുത്തെ കുട്ടികളും ഒക്കെയാ. എന്റെ മോള് പണ്ട് മുതലേ അങ്ങനെയാ. അവളാ ഞങ്ങൾക്കെല്ലാം. ദേവിക പുറത്തുപോയി കഷ്ടപ്പെടുമ്പോ എന്റെ മോള് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. അതൊക്കെ നല്ലത് തന്നെയാ. എന്തൊക്കെയായാലും ഇവിടുത്തെ കുട്ടികളെ ഞങ്ങൾക്ക് വലിയ ഇഷ്ടാ. ഞങ്ങളുടെ വീട്ടില് ഇവര് സന്തോഷവതികളായിരിക്കും. ഞങ്ങൾ ഇവരെ ഒരു വിഷമം അറിയിക്കാതെ നന്നായി നോക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവിടെയും കല്യാണത്തിന്റെ തിരക്കുകളുണ്ട്. ശ്രീകല വിഷമിക്കരുത്. ഇനി ശ്രീകലയുടെ എന്ത് പ്രയാസവും പങ്കുവയ്ക്കാൻ ഒരു സഹോദരിയുടെ സ്ഥാനത്ത് ഞാനുണ്ടാവും. ഹരിയേട്ടാ, ഇനിയിപ്പോ എന്ത് ചെയ്യും? അത് തന്നെ ഞാനും ചിന്തിക്കുന്നു. സ്ത്രീകളെ ഇറക്കി വിവാഹം തടയാന്ന് കരുതി, അതും പാളിപ്പോയി. ഗോപിക കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ ശ്രീകല അങ്ങ് അലിഞ്ഞുപോയി. അതായി കുഴപ്പമായത്. അല്ല, നമുക്ക് സ്ത്രീകളെ ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ? എന്തിന്? അല്ല, സ്ത്രീകളുടെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്ന് നമുക്കറിയാലോ. അതിപ്പോ പ്രത്യേകിച്ച് എന്തറിയാനിരിക്കുന്നു? ജാനകി ഏട്ടത്തി സ്ത്രീകളെയും കൂടി ഒരുമിച്ചല്ലേ ഇവിടുന്ന് പോയത്. ജാനകി ഏട്ടത്തി സ്ത്രീകളെ വീട്ടിൽ കൊണ്ടുപോയി വിടണമെങ്കിൽ സ്ത്രീകളയുടെ എതിർപ്പൊക്കെ കുറഞ്ഞെന്നല്ലേ അർത്ഥം? ഏയ്, അങ്ങനെയൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ആ, നീ എന്തായാലും സ്ത്രീകളെ ഒന്നുകൂടി വിളിക്കും. എന്നിട്ട് വീണ്ടും സ്ത്രീകളെ കളത്തിലിറക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഞാൻ വിളിക്കണോ? നീ വിളിക്കേ. അല്ല, ജാനകി ഏട്ടത്തി കൂടെ ഉണ്ടെങ്കിലോ? അത് നീ ചോദിക്കേ. ജാനകി ചേച്ചി ഉണ്ടെങ്കിൽ ഇതൊന്നും സംസാരിക്കാതെ മറ്റെന്തെങ്കിലും പറഞ്ഞ് നീ ഫോൺ കട്ടി. നീ വിളിക്കേ. ആ, ഫോൺ സ്പീക്കറിലിട്. ഹലോ, ശ്രീകലെ വീട്ടിലെത്തിയോ? ആ, എത്തി. ജാനകി ഏട്ടത്തി ഉണ്ടോ അടുത്ത്? ഇല്ല, എന്തേ? ഏയ്, ഒന്നുമില്ല. അവിടെ ഉണ്ടോന്നറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഏട്ടത്തി അവിടെ ഇല്ലാത്തത് എന്തായാലും ഭാഗ്യമായി. എന്താ മായേ, എന്താ കാര്യം? അല്ല, ശ്രീകല ഇത്രയും കഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ എടുത്ത് വന്നിട്ടും ശ്രീകല നിശ്ചയിച്ചതുപോലെ കല്യാണം മുടക്കാൻ പറ്റിയില്ലല്ലോ. സ്ത്രീകളെ, ഇന്ന് സ്ത്രീകളെ കുറച്ചു നേരം കൂടി അഭിനയം തുടർന്നിരുന്നെങ്കിൽ ചിലപ്പോ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും മനസ്സ് മാറിയേനെ. ഞാൻ അഭിനയിച്ചതൊന്നുമല്ല. ഞാൻ എന്റെ വിഷമം കൊണ്ട് ചെയ്തു പോയത്.
എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറായിരുന്നു. അല്ല ശ്രീകലെ, അല്ല ഇനിയിപ്പോ ഈ കല്യാണം എങ്ങനെ മുടക്കും? വിവാഹം നാളെയല്ലേ? അതിനുമുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനി ഞാൻ ഒന്നിനുമില്ല. എല്ലാം വിധി പോലെ നടക്കട്ടെ. എന്റെ മകളുടെ തീരുമാനം എന്താണോ അതിനൊപ്പം നിൽക്കാന് എന്റെ തീരുമാനം. സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള ജീവിതം എന്താവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ മകൾ ദേവികയ്ക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു അമ്മായിയമ്മയും അമ്മായിച്ചനാണെന്ന് എനിക്ക് ബോധ്യായി. ഓ, അപ്പോ ഇതാണ് ശ്രീകളുടെ തീരുമാനം? അതെ. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. അപ്പൊ ആ മാർഗം പൂർണ്ണമായിട്ടും അടഞ്ഞു. ആ, ഇനി എന്തായാലും ശ്രീകളോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. അമ്മ അമ്പലത്തിൽ നിന്ന് എപ്പോ വന്നു? ഞാൻ ദേ ഇപ്പൊ വന്ന് ഡ്രസ്സൊന്ന് മാറ്റിയതേ ഉള്ളൂ. പോയിട്ട് ഒരുപാട് നേരമായല്ലോ. എന്താ വരാൻ വൈകിയേ? സിദ്ധു ക്ഷേത്രത്തിൽ വെച്ച് വല്ല കുറുമ്പം കാട്ടിയോ? ഏയ്, ഒന്നും ഉണ്ടായില്ല. കാണിക്ക സമർപ്പണത്തിന് മുമ്പ് ക്ഷേത്രക്കുളത്തിലൊന്നും മുങ്ങി വരാൻ തിരുമേനി സിദ്ധുവിനോട് പറഞ്ഞിരുന്നു. എന്നിട്ട്? നീ പേടിക്കൊന്നും വേണ്ട. ഒന്നും മുങ്ങി വരാൻ പറഞ്ഞപ്പോ സിദ്ധു ആ അമ്പലക്കുളത്തിൽ കിടന്ന് തല തണുക്കിയൊന്ന് കുളിച്ചു, അത്രേ ഉള്ളൂ. അല്ല, എന്നിട്ട് ആളെവിടെ? കുളത്തിൽ കിടന്ന് നീരാടിയതല്ലേ, അതിന്റെ ക്ഷീണം കാണും. വന്ന ഉടനെ കേറി കിടന്നതാ, അപ്പ തന്നെ ഉറങ്ങിപ്പോയി. ഉറങ്ങാണോ? ശ്രീകല ഇവിടെ വന്നുണ്ടാക്കിയ ബഹളമൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് ശ്രീകലയുടെ മാനസികാവസ്ഥ? ശ്രീകലയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ നമുക്ക് ശ്രീകലയെ കുറ്റപ്പെടുത്താനാവില്ല അമ്മേ. ദേവികയുടെ ഭാവിയെക്കുറിച്ച് ശ്രീകലയ്ക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തകർന്നുപോയി എന്ന ചിന്തയായിരുന്നു ശ്രീകലയ്ക്ക്. ശ്രീകല എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ശ്രീകലയ്ക്കും ദേവികയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാമെന്ന് അന്ന് ശ്രീകല ആദ്യമായി ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പൊ ശ്രീകലയ്ക്കും ഈ ബന്ധം വേണ്ടാന്ന് വെക്കായിരുന്നില്ലേ? അയ്യോ അമ്മേ, അമ്മ വെറുതെ കാട് കയറണ്ട. ശ്രീകലയ്ക്ക് ഇപ്പൊ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ വിഷമം പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. അതിന് കുറച്ച് സമയമെടുക്കും. ഞാനൊന്ന് പറയട്ടെ. ഇല്ല, എനിക്ക് പോണം. ഇല്ല ഇല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല. മായ, നിൽക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പോവരുത്. ഇല്ല, എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. മായ, ഞാനൊന്ന് പറയട്ടെ. നീ ഇതെന്ത് ഭാവിച്ച എടുത്തേട്ടം കാണിക്കുന്നേ? എടി, നമ്മുടെ മോന്റെ കല്യാണം നാളെ. ഈ നേരത്തെ നീ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവാന്ന് വെച്ചാ? ഇല്ല, എനിക്ക് പോണം. അല്ല, നീ എന്ത് കാരണത്തിന്റെ പേരില ഇവിടെ ഇറങ്ങി പോകുന്നേ? അത് പറ. അത് എല്ലാവരും ഒന്ന് അറിയട്ടെ. ഇത്രയും പേരും പെരുമയുള്ള ഈ തറവാട്ടിൽ എല്ലാവരും അപമാനിക്കപ്പെടുന്നത് കണ്ടു നിൽക്കാൻ എനിക്കാവില്ല. ഇതൊക്കെ നമ്മുടെ മകന്റെ കല്യാണത്തിന്റെ പേരിലാ ഉണ്ടായത്. അവന്റെ കല്യാണവുമായി ബന്ധപ്പെട്ട ഇവിടെ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത്. അത് പാടില്ല. നമ്മളായിട്ട് ഈ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് ഒരു പ്രയാസം ഉണ്ടാകാനുള്ള ഇട വരുത്തരുത്. അല്ല, നീ ഇപ്പം എന്താ ഉദ്ദേശിക്കുന്നേ? നമുക്കേ ഈ രണ്ട് കല്യാണ ആലോചനയും ഇവിടെ വച്ചങ്ങ് നിർത്താം. അഭിയെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. അവൻ ഇനി ഇവിടെ നിൽക്കണ്ട.
അവനെ ഞാൻ വിദേശത്തേക്ക് പറഞ്ഞയക്കാൻ പോവാ. മായ, നീ എന്തൊക്കെയാ പറയുന്നേ? ഇവിടെ നടന്ന കോലാഹലങ്ങളൊക്കെ ജാനകിയെടുത്ത് കണ്ടതല്ലേ? ശ്രീകലയ്ക്ക് ദേവികയെ സിദ്ധുവായിട്ടുള്ള വിവാഹത്തോട് യാതൊരു താല്പര്യമില്ലാത്തത് കൊണ്ടല്ലേ ശ്രീകല ഇവിടെ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? കല്യാണം നടന്ന ശ്രീകല മണ്ഡപത്തിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ ശ്രീകല ഉണ്ടാക്കിയാൽ അതിന്റെ നാണക്കേട് ആർക്കാ? നമുക്കല്ലേ. നാട്ടുകാരുടെ ബന്ധുക്കളുടെ മുമ്പില് നമ്മൾ നാണം കെടില്ലേ? അതുകൊണ്ട് ഈ കല്യാണം നമുക്ക് നിർത്താം. അതിന്റെ പേരിലുണ്ടായ നഷ്ടങ്ങളൊക്കെ നമുക്ക് സഹിക്കാം. എന്നിട്ട് സിദ്ധുവിന് വേണ്ടി നമുക്ക് വേറൊരു പെണ്ണിനെ കണ്ടെത്താം. സിദ്ധുവിനെ സ്നേഹിക്കാനും സന്തോഷത്തോടെ അവനോടൊപ്പം ജീവിതം പുലർത്താനും കഴിയുന്ന ഒരു നല്ലൊരു പെൺകുട്ടിയെ ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. അവനെ സ്നേഹിക്കാൻ പറ്റുന്ന മറ്റാരെയാ മായ കണ്ടുപിടിക്കാൻ പോകുന്നേ? അതൊക്കെ ഞാൻ കണ്ടുപിടിക്കും. എന്താ ഹരിയേട്ടാ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അല്ല, അത് ഒരു കണക്കിന് മായ പറയുന്നത് ശരി തന്നെ. കല്യാണ മണ്ഡപത്തിൽ വെച്ച് സ്ത്രീകളെ നമുക്കെല്ലാവർക്കും അപമാനം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് മായ പറയുന്നത് പോലെ ഈ കല്യാണം നമുക്ക് നിർത്തിവെക്കുന്നത് തന്നെയാണ്. മായേ, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? ഹരി, നീയും ഇവൾക്ക് കൂട്ടു നിൽക്കാണോ? അല്ലമ്മേ, അല്ല, മായ പറഞ്ഞതിനെ കുറിച്ച് അമ്മ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ശ്രീകല ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നും അമ്മ കണ്ടിട്ടില്ലല്ലോ. ആ നേരത്ത് അമ്മ അമ്പലത്തിലായിരുന്നില്ലേ? അമ്മ അതൊക്കെ കാണണമായിരുന്നു. അത് കണ്ടിരുന്നെങ്കിൽ അപ്പൊ തന്നെ അമ്മ ഈ കല്യാണം വേണ്ടാന്ന് വെച്ചേനെ. ഞാനിതെല്ലാം പറയുന്നതേ എന്റെ മോന്റെ കാര്യം ഓർത്തല്ല, നമ്മുടെ സിദ്ധുവിന്റെ ഭാവിയെ ഓർത്താ. അല്ല, സ്ത്രീകളെ പ്രശ്നം ഉണ്ടാക്കിയതല്ല ശരി തന്നെ. എന്ന് കരുതി മുന്നും പിന്നും നോക്കാതെ പെട്ടെന്നൊരു തീരുമാനം എടുക്കണോ? അല്ല, അമ്മയുടെ തീരുമാനം എന്താ? ഇനി നമ്മൾ നാണകട നിൽക്കണോ, അതോ ഈ കല്യാണം ഇവിടെ വെച്ച് നടത്തണോ? മഹാദേവ, കല്യാണത്തിന് വേണ്ടി നീ ചെയ്യാനുള്ള ജോലികളൊക്കെ ചെയ്തു കഴിഞ്ഞോ? അതൊക്കെ കഴിഞ്ഞു. ഹരി, കാറ്ററിംഗിന്റെ ആൾക്കാരെ വിളിച്ച് നീ സദ്യയുടെ കാര്യം പറഞ്ഞോ? അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ആ, മായ താലി പൂജിച്ചു വാങ്ങിയോ? അത് പൂജിച്ചു വാങ്ങി. സിദ്ധുവിനുള്ള താലി ജാനകി പൂജിച്ചു വാങ്ങിയോ? വാങ്ങിയമ്മേ. അപ്പോ എല്ലാ കാര്യങ്ങളും എല്ലാവരും കൃത്യമായി ചെയ്തു തീർത്തു അല്ലേ? ആ സ്ഥിതിക്ക് തീരുമാനിച്ചതുപോലെ തന്നെ യാതൊരു മാറ്റവും ഇല്ലാതെ സിദ്ധുവിന്റെയും അഭിയുടെയും കല്യാണങ്ങൾ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ നടക്കട്ടെ. മായയ്ക്കും ഹരിദാസിനും സംശയങ്ങളും അപമാനഭീതിയൊന്നും വേണ്ട. എന്റെ കൊച്ചുമക്കൾക്ക് അനുയോജ്യരായ പെൺകുട്ടികളെ തന്നെയാ കിട്ടിയിരിക്കുന്നത്. ഇനിയിപ്പോ ആരെതിർത്താലും എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അവരുടെ കല്യാണങ്ങൾ ഞാൻ നടത്തും. ഇനി എന്തിനാ നിൽക്കുന്നത്? എല്ലാവർക്കും പോവാം. ഈ നാടകമെങ്കിലും വിജയിക്കുന്നു കരുതി.
പക്ഷെ അതും പൊളിഞ്ഞു. ഇനിയിപ്പോ എന്ത് ചെയ്യും ഹരിയേട്ടാ? ആ ഇനി എന്ത് ചെയ്യേ? ഞാനാകെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. ഇപ്പൊ ഒന്നും എന്നെ തല ഉദിക്കുന്നില്ല. നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തിയല്ലേ തീരൂ. ഇനി ഇതും കൂടി പൊളിയോ? വെറുതെ നാക്കെടുത്ത് വിളക്കല്ലേ. അമ്മേ, എന്താ അമ്മേ? മാറി നിക്ക.